നമസ്കാരം. KSRTC എപ്പോഴും ഒന്ന് ഞെട്ടിക്കൽ തന്നെയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ചില സമയത്ത് പറയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഖജനാവിൽ കാശില്ല എന്ന് പറയും. ചില സമയത്താണെങ്കിൽ അതായത് ഏതാണ്ട് 1-2 ദിവസം മുൻപേ ഒന്നൊരു ന്യൂസ് നിങ്ങൾ കണ്ടില്ലേ, KSRTC കോടികൾ ലാഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ KSRTCക്ക് ലാഭമായാലും നഷ്ടമായാലും ജീവനക്കാർക്ക് വേതനം കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് 1-2 ദിവസം മുൻപേ നമ്മുടെ പുതുക്കാട് ഡിപ്പോയിലെ ഒരു KSRTC ജീവനക്കാരനാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 45 ദിവസമായിട്ട് അവർക്ക് വേതനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 5000 രൂപയോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ മേടിച്ച് 7 ദിവസത്തേക്കൊക്കെ ദിവസവേതന അടിസ്ഥാനത്തിലേക്ക് നിയമിച്ച ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുത്തിട്ടില്ല. ഏതാണ്ട് ജോലിക്ക് കയറി 15 ദിവസം ആകുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേതനം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 45 ദിവസമായിട്ടും ഒരു ചില്ലിക്കാശ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാരായ ആൾക്കാർ വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടുകയാണ് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ KSRTC ജീവനക്കാർ നമ്മുടെ ഗതാഗത മന്ത്രിയെ വിളിക്കുകയുണ്ടായി. വിളിച്ച സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്തത് അവരുടെ ഗൺമാനായിരുന്നു. ഗൺമാൻ ഉടനെ തന്നെ ഈ KSRTCയിലെ മറ്റാൾക്കാരുടെ ഉദ്യോഗസ്ഥരുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തു. അവർക്ക് കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്ത് വിളിച്ചതിന് ശേഷം അവർ പറയാണ്, നിങ്ങൾ യൂണിയൻകാരോട് സംസാരിക്കുക, നിങ്ങളുടെ ശമ്പളത്തിന് ആവശ്യമായ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങൾ യൂണിയൻകാരോട് സംസാരിക്കുന്നത്. അങ്ങനെ ഈ KSRTCയിൽ ജോലി ചെയ്തിട്ട് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ അധ്വാനിച്ച ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും വാതിക്കലും മുട്ടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താണ് KSRTCക്ക് കോടികൾ ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആർക്കാ സത്യത്തിൽ ഈ ഒരു കോടികൾ ഉണ്ടാക്കിയതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക? സത്യം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ.